ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ്. ഇന്ന് ഞാൻ എൻ്റെ ഹെയർ കെയർ റുട്ടീനാണ് ഷെയർ ചെയ്യുന്നത്. ഇതിനു മുന്നേ നമ്മൾ ഹെയർ കെയറിന്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തേക്ക്, ഒന്ന് കണ്ടു നോക്കുക. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഫസ്റ്റ് ഞാൻ പറയട്ടെ എന്ന് വെച്ചാൽ, ഞാൻ സ്കിൻ കെയർ പരീക്ഷിക്കുന്ന പോലെ ഞാൻ ഹെയർ കെയറിൽ അങ്ങനെ പരീക്ഷണം നടത്താത്ത ആളാണ്. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ, ഞാൻ ഹെയറിൽ ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വേറെ പരീക്ഷണങ്ങൾ നടത്താറില്ല ഹെയർ കെയറിൽ. എന്താണ് ഞാൻ അപ്പം എടുത്ത ട്രീറ്റ്മെന്റ്, അതിന് ബേസ് ചെയ്ത് ഏതാണോ ഹെയറിന് പറ്റിയത് ആ ഷാംപൂസും ഹെയർ കണ്ടീഷണറും മാസ്കും ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരുന്ന സമയത്ത്, അതായത് കെരാറ്റിൻ, സ്ട്രൈറ്റനിങ് അല്ല, കെരാറ്റിൻ, സ്മൂത്തനിങ്, കളറിങ്, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്ത ഷാമ്പൂ എന്ന് വെച്ചാൽ നമ്മുടെ ലോറിയൽ പാരീസ് അല്ല, ലോറിയലിന്റെ തന്നെ പ്രൊഫഷണൽ റേഞ്ചിൽ വരുന്ന എക്സ്റ്റൻസോ എന്ന് പറയുന്ന റേഞ്ച് ഉണ്ട്. അതായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഞാൻ അത് ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഞാൻ വേറെ ട്രീറ്റ്മെന്റ്സ് ഒന്നും എടുത്തില്ല. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഫുള്ള് ഹെയർ റിപ്പയർ ടൈപ്പ് ഷാംപൂസ് ആണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് വിഷ് കെയറിന്റെ ട്രിപ്പിൾ ബോണ്ട് റിപ്പയർ ഷാംപൂ ആണ്. ഇതിനകത്ത് 5% അമിനോപെപ്റ്റൈഡ് ഉണ്ട്, അമിനോപെപ്റ്റൈഡ് കോംപ്ലക്സ് ഉണ്ട്, റിപ്പയർ കോംപ്ലക്സ് ഉണ്ട്, പിന്നെ അമിനോ ഡൈമെത്തക്കോൺ എന്ന് പറയുന്നതുണ്ട്. മാത്രമല്ല ഇതിനകത്ത് SLS ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും SLS നല്ലതാണോ എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചില സമയങ്ങളിൽ നമുക്ക് SLS നല്ലതാണ്. എൻ്റെ എന്ന് വെച്ചാൽ ഒരു കോമ്പിനേഷൻ ടൈപ്പ് സ്കാൽപ്പ്, എക്സ്ട്രീംലി ഓയിലി അല്ല, എന്നാൽ എക്സ്ട്രീംലി ഡ്രൈയും അല്ല, എന്നാൽ ചില സമയങ്ങളിൽ നല്ല ഓയിലിയും ചില സമയം നല്ല ഡ്രൈ, ഒരു കോമ്പിനേഷൻ ടൈപ്പ് സ്കാൽപ്പാണ് എനിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ്ലി സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഷാംപൂസോ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ സ്കാൽപ്പ് നന്നായിട്ട് ഡ്രൈ ആവും. അപ്പൊ എനിക്ക് ഇതിന്റെ മിഡിൽ നിൽക്കുന്ന ഷാമ്പൂ ആണ്. അപ്പൊ ഞാൻ മൈൽഡ് ആയിട്ടുള്ള SLS ഉള്ള ഷാംപൂസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ ഇത് അങ്ങനെ വരുന്നൊരു ഷാമ്പൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇപ്പൊ പ്രസന്റ് ചെയ്ത് യൂസ് ചെയ്യാൻ കാരണം. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടത് ബി ബ്ലെൻഡിന്റെ റിപ്പയർ ഷാമ്പൂ ആണ്. അതും അത്യാവശ്യം നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മൈൽഡ് ആണ്, എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനും പറ്റും. വീക്കിലി 3 ടൈംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്കാൽപ്പ് അധികം ഡ്രൈ ആവാതെ യൂസ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ഫ്രാഗ്രൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ സ്കിൻ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് ആ ഒരു ഫ്രാഗ്രൻസ് പോകും. പക്ഷെ ഇവർക്ക് കണ്ടീഷണർ റേഞ്ച് ഇല്ല. ഞാൻ ഒരിക്കലും ഷാമ്പൂ SLS ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഷാമ്പൂസ് നമ്മുടെ ഹെയറിന്റെ ലെങ്തിലോട്ട് യൂസ് ചെയ്തല്ല. കഴുകി കളയുമ്പോൾ ജസ്റ്റ് യൂസ് ചെയ്യുന്നില്ല. ഡയറക്ട്ലി ഞാൻ ഷാംപൂസ് ലെങ്കിലോട്ട് യൂസ് ചെയ്യാത്ത ആളാണ്. സോ അതുകൊണ്ട് തന്നെ അവരിപ്പോ ചില ഷാംപൂസിൽ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ലെങ്കിലോട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ പോലും SLS ഉള്ളത് കൊണ്ട് അങ്ങനത്തെ ഷാംപൂസ് ഞാൻ ലെങ്കിലോട്ട് യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇവർക്ക് കണ്ടീഷണർ ഇല്ല, പക്ഷെ ഷാംപൂ ബേസിൽ നോക്കണേ ഇത് 1 ഓഫ് ദ ബെസ്റ്റ് ഷാംപൂ ആണ്. ഇനി ഞാൻ എങ്ങനെ ഷാംപൂ വാഷ് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് മൈൽഡ് ഷാംപൂ ആണ്, ഞാൻ അധികം ഡൈല്യൂട്ട് ചെയ്യല്ല, കുറച്ച് എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിന്റെ ഈ ഒരു ഭാഗമില്ല ബേക്കിൽ അവിടെ അപ്ലൈ ചെയ്യും. എന്നിട്ട് ഞാൻ ഓരോരോ പോർഷനായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്ത് വാഷ് ചെയ്ത് കളയും. അപ്പം നന്നായിട്ട് ലാത്തർ ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ അവിടെ നിർത്തും. അതല്ല എനിക്ക് അധികം പത തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ നേരത്തെ എടുത്തതിന് 1/3 എമൗണ്ട് ഷാമ്പൂ എടുത്തിട്ട് ഒന്നും കൂടെ വാഷ് ഔട്ട് ചെയ്തിട്ട് സ്കാൽപ്പ് നന്നായിട്ട് ക്ലിയർ ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ ഷാമ്പൂ വാഷ് ചെയ്യാറ് സ്കാൽപ്പ്. ഞാൻ യൂസ് ചെയ്യുന്നത് പ്രസന്റ് യൂസ് ചെയ്ത ഷാമ്പൂ ഇതാണ്. പിന്നെ വേറൊരു ഷാമ്പൂ കൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അത് ഏതെന്ന് കാണിച്ചു. അത് ബി ബ്ലെൻഡിന്റെ കേൾ ഷാമ്പൂ ആണ്. ഇത് യൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ എന്റെ മുടി ചെറുതായിട്ടൊരു വേവി കേളി ടെക്സ്ചറുള്ള ഹെയർ ആണ്, സ്ട്രെയിറ്റ് ഹെയർ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കേളി ഷാമ്പൂസ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് കുഴപ്പമൊന്നുമില്ല, അധികം ഡ്രൈ ആക്കത്തില്ല. കംപ്ലീറ്റ്ലി ഇതുപോലെ മറ്റേ ഞാൻ നേരത്തെ പോലെ വിഷ് കെയർ പോലെ എനിക്കിത് അത് ക്ലീൻ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ സ്റ്റിൽ ഒരു ബേസിക് ആയിട്ടൊരു നല്ല ഷാമ്പൂ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടീഷണർ ഏതാന്ന് നോക്കാം. അടുത്താണ് ഷാമ്പൂ വാഷ് കഴിഞ്ഞ കണ്ടീഷണർ മസ്റ്റ് ആണ്. ഇപ്പൊ കണ്ടീഷണർ പറയുമ്പോൾ എന്റേത് ഒരു നോർമൽ അല്ല, എന്നാൽ കുറച്ച് ഹൈ പോറോസിറ്റി ഉള്ള ഹെയർ ആണ്. അതായത് മോയ്സ്ചറൈസർ പിടിച്ചു നിൽക്കും, പക്ഷെ പെട്ടെന്ന് അത് ലോസ് ആയി പോകുന്ന ഒരു ടൈപ്പ് ഇതാണ് എൻ്റെത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കണ്ടീഷണർ എടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള കണ്ടീഷണർ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നതാണ് റിക്വലിന്റെ ഈ ഒരു കണ്ടീഷണർ. ഇത് ആന്റി ഫ്രിസ് ഹെയർ കണ്ടീഷണർ. എൻ്റെത് കുറച്ച് കേളി ടൈപ്പ് ഹെയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നാച്ചുറലി ഉണ്ടാവുന്ന ഹെയറിന്റെ ഓയിൽസ് ഒരിക്കലും ചിലപ്പോൾ ലെങ്തിലോട്ട് വരാൻ ചാൻസ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ഔട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ ഹെയർ. അപ്പൊ അതുകൊണ്ട് മാക്സിമം കണ്ടീഷനിങ് നമ്മുടെ ഹെയറിന് കൊടുക്കേണ്ടി വരും. ആ സമയങ്ങളിലാണ് ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള കണ്ടീഷണേഴ്സ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ റിക്വലിന്റെ ഈ ഒരു കണ്ടീഷണർ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം വെച്ചാൽ ഇപ്പൊ ഈ പുതിയ ഷാമ്പു ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ യൂസ് ഒരു 1-2 വീക്സ് ആയിട്ടേ ഉള്ളൂ. എനിക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് തോന്നി ഹെയർ.
അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ഹെയർ കെയർ റൊട്ടീൻ മാറ്റി, അതും അതിന്റെ ഭാഗമാണ്. പക്ഷെ സ്റ്റിൽ ഇതുവരെ യൂസ് ചെയ്ത കണ്ടീഷണറുകളിൽ എന്റെ ഫേവറേറ്റ് കണ്ടീഷണർ നമ്പർ 1 കണ്ടീഷണർ ഇതാണ്. എക്സ്റ്റൻസീവ് റേഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേവറേറ്റ്. എക്സ്റ്റൻസീവ് ട്രീറ്റഡ് ഹെയറിന് വേണ്ടിയുള്ളതായിട്ട് ഞാൻ അങ്ങോട്ട് പോണില്ല. നോർമൽ ഹെയറിന് അത്യാവശ്യം നല്ലൊരു കണ്ടീഷണർ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡ്രൈ ഫ്രിസി ഹെയർ ആണെങ്കിൽ ഈ ഒരു കണ്ടീഷണർ ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് നോർമൽ ഹെയർ ഓയിലി ടൈപ്പ് ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അധികം യൂസ് ആവത്തില്ല, വീണ്ടും ഹെയർ ഓയിൽനെസ് ഫീൽ ചെയ്യും. ഡ്രൈ ഫ്രിസി ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷണർ അത്യാവശ്യം നല്ലതാണ്. ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു 2 മിനിറ്റ്സ് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ ഷാമ്പു വാഷ് കഴിഞ്ഞിട്ട് ആ വെള്ളം ഫുള്ള് സ്ക്വീസ് ചെയ്ത് കളഞ്ഞിട്ട് ഹെയറിന്റെ ലെങ്തിൽ മാത്രം ഈ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്യാം. എന്നിട്ട് 2 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബി ബ്ലെൻഡിന്റെ റിപ്പയർ ഷാമ്പു യൂസ് ചെയ്തപ്പോൾ അതിന്റെ കണ്ടീഷണർ യൂസ് ചെയ്തു. അത് കണ്ടീഷണർ നല്ലതാണോ എന്ന് വെച്ചാൽ ഇത്രയും നല്ലതല്ല, പക്ഷെ ഒരു ആവറേജ് ടൈപ്പ് കണ്ടീഷണറാണ്. പിന്നെ ഹൈഡ്രോണിക് ആസിഡ് കണ്ടീഷണർ ലോറിയലിന്റെ നല്ലതാണ്, പക്ഷെ നിങ്ങളത് ഒരു എന്താ പറയുക, നല്ല എക്സ്ട്രീംലി ഡ്രൈ ഹെയർ ആണെങ്കിൽ അത് നല്ലതാണ്. നല്ല ഓയിലി നോർമൽ ഹെയറിന് പറ്റത്തില്ല. ഈ നമ്മൾ റിക്വലിന്റെ പോലെയാണ്. പിന്നെ എക്സ്റ്റൻസോ ഞാൻ പറഞ്ഞില്ലേ, ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് എക്സ്റ്റൻസോ മാസ്ക് നല്ലതാണ്. അത് ട്രീറ്റഡ് ഹെയറിനാണ് ഏറ്റവും നല്ലത്. ഇത്രയാണ് ഞാൻ ബേസിക്കലി യൂസ് ചെയ്തിട്ടുള്ള കണ്ടീഷണേഴ്സ്. ഫസ്റ്റ് ഇപ്പൊ എന്റെ പ്രസന്റ് ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് ഫസ്റ്റ് എന്ന് വെച്ചാൽ റിക്വല് പറയും. സെക്കൻഡ് എന്നത് ഏതെന്ന് വെച്ചാൽ ഞാൻ ഹൈഡ്രോണിക് ആസിഡ് ഒരു പാരിസിന്റെ ആ ഒരു റേഞ്ച് പറയും. തേർഡ് ഞാൻ കേളി പറയും. ഫോർത്ത് മാത്രമേ ഞാൻ റിപ്പയർ പറയത്തുള്ളൂ. അടുത്തത് സ്കാൽപ് സിറം ആണ്. ഞാൻ എപ്പോഴും പറയുന്നത് എന്റെ 1 ഓഫ് ദ ഫേവറേറ്റ് സ്കാൽപ് സിറം ആണ് നമ്മുടെ വിഷ് കെയറിന്റെ ഒരു സ്കാൽപ് സിറം. ഇതിനകത്ത് റെഡസീൽ ഉണ്ട്, പിന്നെ നമ്മുടെ അനാഗൈനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഹെയർ നിൽക്കേണ്ട ആ ഒരു ഫേസിൽ അത് കൂട്ടും, ഹെയർ ഗ്രോത്ത് ഫേസും കൂട്ടും. പക്ഷെ ഹെയർ പൊഴിഞ്ഞു പോവേണ്ട ഫേസിന് അത് തടഞ്ഞു നിർത്തുകയും ചെയ്യും. പൊഴിഞ്ഞു പോകുന്നത് കുറച്ച് ലേറ്റ് ആക്കും, വളരുന്നത് കുറച്ച് ഫാസ്റ്റ് ആക്കും. അങ്ങനത്തെ രീതി ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു സിറം ഹെൽപ്പ് ചെയ്യും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഡാൻഡ്രഫ് കാരണമുള്ള ഹെയർ ഫോളോ, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോൺ റിലേറ്റഡോ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒക്കെ ആയിട്ടുള്ള ഹെയർ ഫോൾ ആണെങ്കിൽ ഈ ഒരു സിറം മാത്രം യൂസ് ചെയ്തുകൊണ്ട് പറ്റത്തില്ല. പിന്നെ ഞാൻ വേറെ യൂസ് ചെയ്തിട്ടില്ല ഹെയർ ഗ്രോത്ത് സിറംസിൽ എനിക്ക് ഫേവറേറ്റ് എന്ന് വെച്ചാൽ മിനിമലിസ്റ്റ് ഹെയർ ഗ്രോത്ത് സിറവും നല്ലതാണ്, പിന്നെ പിൽഗ്രിമിന്റെ ഹെയർ ഗ്രോത്ത് സിറം അത്യാവശ്യം നല്ലതാണ്. പക്ഷെ ടോപ്പ് എപ്പോഴും ഫിഷ് കെയറിന്റെ ഈ ഒരു ഹെയർ ഗ്രോത്ത് സിറം ആണ്. ഇതിനെപ്പറ്റി ഞാൻ എപ്പോഴും ഷോർട്സിലൊക്കെ പറയാറുള്ള ഒരു ഹെയർ ഗ്രോത്ത് സിറം ആണ് കേട്ടോ. പിന്നെ ഞാൻ പറയാം, ചില സമയങ്ങളിൽ എനിക്ക് ഹെയർ സ്കാൽപ്പ് ഡ്രൈ ആകുമ്പോൾ ഞാൻ യൂസ് ചെയ്ത ഹെയർ സിറം ഏതെന്ന് വെച്ചാൽ നമ്മുടെ ഓർഡിനറിയുടെ ഈ ഒരു ഹെയർ സിറം. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അധികം നാളായിട്ടുള്ള ഒരു 1 to 2 വീക്സ് ആയിട്ടുള്ളൂ. ആ ഒരു ടൈമിൽ ഒരു 14 ദിവസം കൂട്ടിയാൽ മതി, അത്രയും ആയിട്ടുള്ള ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്ന ഇതാണ്. ഹെയർ ഗ്രോത്തിനൊന്നും ഹെൽപ്പ് ചെയ്യത്തില്ല, പക്ഷെ നിങ്ങൾക്ക് നല്ല ഇച്ചി സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാൽപ് സിറം ആണ് ഇത്. ചില ആൾക്കാർക്ക് നല്ല ഡ്രൈനെസ് തോന്നത്തില്ലേ സ്കാൽപ്പിൽ, ആ ഡ്രൈനെസ് മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എനിക്ക് ചില സമയങ്ങളിൽ സ്കാൽപ്പിന്റെ ചില ഭാഗങ്ങളിൽ ഡ്രൈനെസ് തോന്നുമ്പോൾ ഞാൻ ബേസിക്കലി അവിടെ യൂസ് ചെയ്തൊരു ഹെയർ സിറം ആണ് ഇത്. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പിൽ നൈറ്റിൽ യൂസ് ചെയ്യാം. ഇതിനകത്ത് ഹൈഡ്രോണിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സ് ആണ് ഇതിനകത്ത് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. പിന്നെ എന്റെ ഫേവറേറ്റ് ഇൻഗ്രീഡിയന്റ് ഉള്ള ഹെയർ ഗ്രോത്ത് സിറങ്ങളിൽ ഒന്നാണ് ഓർഡിനറിയുടെ തന്നെ ഹെയർ ഗ്രോത്ത് സിറം. ഇത് ഹെയർ ഗ്രോത്ത് സിറം അല്ല, ഇത് നമ്മുടെ ഡ്രൈനെസ് മാറ്റുന്ന സിറമാണ്, അത് തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. പിന്നെ ഞാൻ ഹെയറിന്റെ ലെങ്തിൽ യൂസ് ചെയ്യുന്ന ഒരു സിറമാണ് നമ്മുടെ മിനിമലിസ്റ്റിന്റെ മാനിക് ബോൺ റിപ്പയർ. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഹെയറിന്റെ ലെങ്തിൽ മാത്രം, സ്കാൽപ്പിലെ ലെങ്തിൽ മാത്രം അപ്ലൈ ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ ഷാമ്പു വാഷും കണ്ടീഷണർ യൂസ് ചെയ്ത് ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഭയങ്കര നല്ലതാണ്. കാരണം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തോന്നി ഇത് ഇത്ര യൂസ് ചെയ്തിട്ടുള്ളത്, പക്ഷെ ഇതിന്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഫസ്റ്റ് ബോട്ടിൽ ഞാനും എന്റെ അമ്മയും കൂടെ വീട്ടിൽ വെച്ച് ഷെയർ ചെയ്തിട്ടുള്ളതായിട്ട്, ഇതിന്റെ സെക്കൻഡ് ബോട്ടിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സിറം. പിന്നെ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും സ്കാൽപ്പിൽ തട്ടാൻ പാടില്ല. ഇത് യൂസ് ചെയ്തതിന് ശേഷം നോർമൽ ഷാമ്പും കണ്ടീഷണറും വെച്ചിട്ട് വാഷ് ചെയ്യാം. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡെയിലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഷാമ്പു വാഷ് ചെയ്യുന്നത് ആ സമയത്ത് യൂസ് ചെയ്യാം. പക്ഷെ മാക്സിമം 1 അവർ മാത്രമേ നിങ്ങളുടെ ഹെയറിന്റെ ലെങ്ത്തിൽ ഇത് അപ്ലൈ ചെയ്തിടാൻ പാടുള്ളൂ. ഇത് ഏറ്റവും നല്ലത് ആർക്കെന്ന് വെച്ചാൽ നല്ല ഓയിലി ഹെയർ ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രീ ഓയിലിംഗ് താല്പര്യം ഉണ്ടാവില്ല, കാരണം ആ ഒരു ഓയിൽ നമ്മൾ ചിലപ്പോൾ ഷാമ്പു വാഷിന് പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇതിനകത്ത് ആർഗൺ ഓയിലും ഉണ്ട്, പിന്നെ സ്ക്വാളിനും ഉണ്ട്. അപ്പൊ നമ്മുടെ ഹെയറിന്റെ ബോണ്ടില്ലേ അതിനൊന്ന് റിപ്പയർ ചെയ്യാനും അതൊന്ന് പിടിച്ചു നിർത്താനും ഈ ഒരു
സെറം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നല്ല സ്മൂത്തും ഷൈനി ആക്കാൻ ഈ ഒരു സെറം ഹെൽപ്പ് ചെയ്യും. ഞാൻ വീക്കിലി വൺസ് യൂസ് ചെയ്യുന്ന ഒരു സാധനം കാണിച്ചു തരാം. ഈ ബ്ലെൻഡിന്റെ ഈ ഒരു മാസ്ക് ആണ്. ഇത് ഞാൻ പണ്ട് ഷോർട്ടില് യൂസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വീക്കിലി വൺസോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ വല്ലപ്പോഴും എനിക്ക് എപ്പോഴൊക്കെ എന്റെ ഹെയർ നല്ല ഡ്രൈ ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു സ്പാ ടൈപ്പ് ട്രീറ്റ്മെന്റ് എനിക്ക് ഹെയറിൽ തോന്നുന്നു, അപ്പോഴൊക്കെയാണ് ഈ ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ആ ഒരു മാസ്ക് നല്ല രീതിയിൽ നമ്മുടെ ഹെയറിനെ ഹൈഡ്രേറ്റ് ചെയ്യും. ആ ക്യാപ്പിലുള്ള ഹീറ്റ് കാരണം നല്ല രീതിയിൽ ഈ നറിഷ്ഡ് മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സ് നമ്മുടെ എന്താ പറയുക ഹെയറിന്റെ ബോണ്ടിലോട്ട് അല്ലെങ്കിൽ ആ ലെങ്തിലോട്ട് പെനിട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ കിട്ടും. ആ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നന്നായിട്ട് അത് മനസ്സിലാവും. നല്ല രീതിയിൽ ഷൈൻനെസ് നമുക്ക് കിട്ടും. സ്പാ ഞാൻ ലിറ്ററലി പറയുന്നത്, കാരണം ഞാൻ നന്നായിട്ട് ഹെയർ സ്പാ ചെയ്യുന്ന ആളായിട്ട് പറയുന്നത്, എനിക്ക് ആ ഒരു എഫക്റ്റ് ഈ ഒരു മാസ്കിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. വേറെ ഒരു മാസ്കിൽ നിന്ന് എനിക്ക് ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടില്ല. ഇതും നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. അടുത്തത് ഞാൻ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ലോറിയൽ പാരീസിന്റെ എക്സ്റ്റൻസീവ് കെയർ തന്നെയുള്ള ഒരു സെറമാണ്. ഇത് ഞാൻ ഹെയർ ട്രീറ്റ്മെന്റ് എന്ന് സ്റ്റാർട്ട് ചെയ്തു അന്ന് തൊട്ട് യൂസ് ചെയ്യുന്ന ഹെയർ സെറമാണ്. അതിന് മുന്നേ സ്ട്രെക്സ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് അത്ര എനിക്ക് എന്റെ ഫേവറേറ്റ് അല്ല. ഇത് യൂസ് ചെയ്തതിനു ശേഷം പിന്നെ ഞാൻ വേറെ ഒരു സെറത്തിലോട്ടും മാറിപ്പോയിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു 2018 തൊട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറമാണ്. റേറ്റ് കൂടുതലാണ്, 600 സംതിങ് വരും ഇതിന്റെ റേറ്റ്. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് ഈ ഒരു സെറത്തിലുണ്ട്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഹെയർ ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ വാഷ് ചെയ്തിട്ട് വരും. ഞാൻ അധികം ഹെയർ ഒരുപാട് തോർത്താറില്ല. ഞാൻ ഹെയർ ബോട്ടിൽ ഫുള്ള് സ്പീസ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നുകിൽ ഞാൻ മൈക്രോ ഫൈബർ വെച്ചിട്ട് തലയിൽ കെട്ടി വെക്കും, അതല്ലെങ്കിൽ ഒരു കോട്ടൺ ടീഷർട്ട് ഉണ്ട് അത് വെച്ചിട്ട് തല നന്നായിട്ട് കെട്ടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യും. അതിനുശേഷം അത് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഈ സെറം അപ്ലൈ ചെയ്യും. അപ്പോഴത്തേക്കെന്ന് വെച്ചാൽ ആ ഒരു വെള്ളത്തിന്റെ ചെറിയ നനയുണ്ടല്ലോ, അതും ഈ സെറം കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ബോണ്ട് ഹെയറിലുള്ള ആ ഹൈഡ്രേഷൻ നല്ല രീതിയിൽ ബോണ്ട് നമുക്ക് ലോക്ക് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. അതിനുശേഷം ഞാൻ എപ്പോഴും എയർ ഡ്രൈ ആയാലും ബ്ലോ ഡ്രൈ പ്രിഫർ ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്കറിയാം ഇപ്പൊ എല്ലാവരും ഹെയർ ഡ്രൈ ആവത്തില്ലേന്ന്. ഡ്രൈ ആവും. അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈവൻ ദോ ബ്ലോ ഡ്രൈ നമുക്ക് കൂൾ എയറിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ബ്ലോ ഡ്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ആവും. എപ്പോഴും ബ്ലോ ഡ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ലെങ്തിലോട്ട് മാത്രം ഡ്രൈ ചെയ്യുക, അല്ലെങ്കിൽ റാൻഡമായിട്ട് ഒരുമാതിരി കാറ്റടിക്കുന്നതൊക്കെ എല്ലായിടത്തോടും ഒരുമിച്ച് അടിക്കരുത്. ഹെയർ താഴോട്ട് ഇട്ടിട്ട് താഴെ മാത്രം ഫസ്റ്റ് ബ്ലോ ഡ്രൈ ചെയ്യുക ഒരു ലെങ്തിൽ. നമ്മുടെ മുടി ഇങ്ങനെയല്ലേ കിടക്കുന്നത്, അപ്പൊ ഇങ്ങനെ മാത്രം ബ്ലോ ഡ്രൈ ചെയ്ത് വിടുക. അല്ലാണ്ട് ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. പിടിക്കുക, താഴോട്ട് ബ്ലോ ഡ്രൈ ചെയ്യുക. മാത്രമല്ല എപ്പോഴും ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്ന ട്രെസമിയുടെ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ആണ്. ഇത് നല്ലതാണ്, ബി ബ്ലെൻഡിന്റെ നല്ലതാണ്. ഞാൻ ഇത് തീർത്തിട്ട് ബി ബ്ലെൻഡിലോട്ട് പോവാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഇത് അത്യാവശ്യം നല്ലതാണ്. അപ്പൊ ഇത് 2 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ബ്ലോ ഡ്രൈ യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കോംബ് ചെയ്ത് വിടുക. ഭയങ്കര തിൻ ഹെയർ ആണെങ്കിൽ കോംബ് ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങളുടെ മുടി ഒന്ന് ഡാബ് ചെയ്ത് വിട്ടാൽ മതി. അത്യാവശ്യം നോർമൽ ടു പേളി ഹെയർ ഒക്കെ ആണെങ്കിൽ, എന്നെ പോലത്തെ ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു മൂടൻ കോംബ് ഇട്ടിട്ട് കോംബ് ചെയ്ത് വിടാൻ പറ്റുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ബ്ലോ ഡ്രൈ ചെയ്യണമെങ്കിൽ അധികം ഹെയർ ഡ്രൈ ആവത്തില്ല. എന്നിട്ട് ഒരു 80% ഹെയർ ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു കുറച്ച് ഹെയർ സിറം, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഹെയർ സിറം അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടിരിക്കും. എന്റെ ബേസിക് റൊട്ടീനാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു തരുന്നത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വരുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഹെയർ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, മുടി എപ്പോഴും ലൂസായിട്ട് എന്നാൽ അഴിഞ്ഞു പോവാത്ത രീതിയിൽ തലയിൽ കെട്ടി വെക്കുകയോ വെച്ചിട്ട് കിടക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ശ്രദ്ധിക്കുക, ഒന്നുകിൽ ഒരു സിൽക്ക് പില്ലോ കേസോ അതല്ലെങ്കിൽ സിൽക്ക് ക്യാപ്പോ യൂസ് ചെയ്ത് നമുക്ക് ഒരു പൊട്ടൽ ഒഴിവാക്കാനായിട്ട് പറ്റും. അടുത്തതെന്ന് വെച്ചാൽ മാക്സിമം 3 മന്ത്സിന്റെ ഒരിക്കൽ മുടി ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പിനും ഒരുപാട് ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ട് കിടക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ മുടി ആ ഒരു രീതിയിലോട്ട് മുടി സ്ട്രക്ചർ ആവും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും പറയുന്നത് പില്ലോ കവർ മാറ്റുന്നതാണ്. കാരണം അതിനകത്ത് ഡേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യമൊക്കെ ബേസിക്കലി ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഹെയർ നന്നായിട്ട് വ്യത്യാസം വരും. മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മുടെ ഹെയർ നല്ല രീതിയിൽ വളരാത്തതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കും. പിന്നെ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ, എന്റെ ഓയിൽനെസ് എനിക്ക് ഫീൽ ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ്. അതിന് ഞാൻ നമ്മുടെ നോർമൽ 2% സാലിസിലിക് ആസിഡ് സിറം, ഫേസ് സിറം, അത് ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യും. ചിലപ്പോൾ 2 ആഴ്ചയിലൊരിക്കലോ 3 ആഴ്ചയിലൊരിക്കലോ. അപ്പൊ ചിലപ്പോൾ നമ്മുടെ എൻവയോൺമെന്റ് അനുസരിച്ച് നമ്മുടെ സ്കാൽപ്പിന്റെ കണ്ടീഷൻ മാറുമല്ലോ.
അപ്പൊ ഓയിലി ആയിട്ട് തോന്നുകയാണെങ്കിൽ സാലിസിലിക് ആസിഡ് സിറംസ് ഹെയറിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അത് 2-3 ആഴ്ച ഗ്യാപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. കണ്ടിന്യൂസ് യൂസ് ചെയ്യേണ്ടതും വരത്തില്ല. എക്സ്ട്രീംലി ഓയിലി ഹെയർ ആണെങ്കിൽ സ്കാൽപ്പാണെങ്കിൽ നിങ്ങൾ അത് ചിലപ്പോൾ 2-3 ആഴ്ചയൊക്കെ നിങ്ങൾ കുറച്ച് അധികം നാൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ വരുന്ന ഡാൻഡ്രഫ് ഇഷ്യൂ ഉള്ളപ്പോൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കീറ്റോകോണസോൾ ഷാമ്പു ആണ്. ഈ ബോഡി വേസ്റ്റ് അത്യാവശ്യം നല്ലൊരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ഉണ്ട് കീറ്റോകോണസോൾ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ അതായിരിക്കും യൂസ് ചെയ്യാറ്. ബേസിക്കലി എനിക്ക് അധികം ഡാൻഡ്രഫ് ഇഷ്യൂസ് വരാറില്ല. വല്ലപ്പോഴും മാത്രം ചിലപ്പോൾ ഡാൻഡ്രഫ് ഇഷ്യൂസ് വരുമ്പോൾ ഞാൻ ആ ഒരു ഷാമ്പു, ഈ ബോഡി വേസ്റ്റ് ആ ഒരു ഷാമ്പു ആണ് യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ ഗേസർ ലോഷൻ കീറ്റോകോണസോൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ വാങ്ങിക്കുന്നത് യൂസ് ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കോമ്പിലാണ്. പ്ലാസ്റ്റിക് കോമ്പുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ് നമ്മുടെ മുടി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. വുഡൻ കോമ്പിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഈ 2 വുഡൻ കോമ്പാണ്. ഇത് പൊട്ടിപ്പോയി, ഇനി ഇത് വാങ്ങിക്കണം. ഈ 2 വുഡൻ കോമ്പാണ് ഞാൻ ബേസിക്കലി യൂസ് ചെയ്യാറ്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കുറഞ്ഞിട്ടും. അല്ലാണ്ട് ഇത് യൂസ് ചെയ്തുകൊണ്ട് മുടി വളരാനൊന്നും പോലെ, പക്ഷെ മുടിയിൽ ഉണ്ടാകുന്ന പൊട്ടലുകൾ, കോമ്പ് കാരണം ഉണ്ടാകുന്ന പൊട്ടലുകൾ ഒഴിവായി കിട്ടാനായിട്ട് എപ്പോഴും വുഡൻ കോമ്പാണ് നല്ലത്. അപ്പൊ ഇതായിരുന്നു ബേസിക്കലി എന്റെ ഹെയർ കെയർ റൊട്ടീൻ. ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ വാഷ് ചെയ്തൊന്നും കാണിച്ചു തന്നിട്ടില്ല. അത് നമുക്ക് വേണമെങ്കിൽ പിന്നെ എപ്പോഴും ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ വേണമെന്നുണ്ടെങ്കിൽ, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ. എല്ലാം ബേസിക്കലി ഇതാണ് ഞാൻ എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഒക്കെ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടുള്ള ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.